മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോവ്യഥകൾ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുവാൻ ഒത്തിരി സന്തോഷമുണ്ട്. തന്നെയുമല്ല, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എല്ലാ കൃപകളും നന്മകളും പ്രിയ ശ്രോതാക്കൾക്ക് നൽകിത്തരട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളുമായി ആത്മീയമായി വളരുന്ന അനുഭവങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് താങ്കൾക്ക് കൃപ ചെയ്യട്ടെ. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള പഠനമാണ് ഈ പുതിയ വർഷത്തിൽ നാം തുടരുന്നത്. ഇന്ന് 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ നാം പ്രവേശിക്കുകയാണ്. ഈ 12-ാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർക്കേണ്ടുന്ന നിരവധി വസ്തുതകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അബ്രഹാമിനോട് ബന്ധപ്പെട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇന്ന് ആദ്യ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് പറയുന്നത്. അതായത് ആദ്യ വിഷയമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കാം. അതിനെ തന്നെ നാം 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 12:1. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോക. അവിടെ 2 പദങ്ങൾ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാം. അതിൻ്റെ ആദ്യ ഭാഗമേ ഇന്ന് ഓർക്കുകയുള്ളൂ. അതായത് നീ വിട്ട് പുറപ്പെടണം. അബ്രഹാമേ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ, ദൈവം ഉപയോഗിക്കണമെങ്കിൽ, ദൈവിക പദ്ധതി അബ്രഹാമിലൂടെ നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഈ 2 വാക്കുകൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അഥവാ അബ്രഹാം അനുസരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിലൊന്ന് വിടുക, 2 പുറപ്പെടുക എന്നുള്ളതാണ്. എന്താണ് അബ്രഹാം വിടേണ്ടത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഈ വിടേണ്ടതും പുറപ്പെടേണ്ടതും ആവശ്യമാണ്. ഇന്ന് വിടുക എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എന്താണ് അബ്രഹാം വിടേണ്ടത്? അബ്രഹാം വിടേണ്ടത് അബ്രഹാമിൻ്റെ ദേശം വിടണം, അബ്രഹാമിൻ്റെ ചാർച്ചക്കാരെ വിടണം, അബ്രഹാമെ നിൻ്റെ പിതൃഭവനത്തെ വിടണം. ഈ 3 വിഷയങ്ങളും ഒരു വേർപെട്ട ജീവിതത്തിൻ്റെ തലങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് അബ്രഹാം ജീവിച്ചിരുന്ന ദേശം അത് വ്യത്യസ്തമായി ദൈവകൃപയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ദൈവിക വ്യവസ്ഥിതികൾക്ക് വിരുദ്ധമായൊരു നാട്. ആ നാട് വിടണം. തന്നെയുമല്ല, അവൻ്റെ ചാർച്ചക്കാർ, അവൻ്റെ പിതൃഭവനക്കാർ, അവരെല്ലാം അബ്രഹാമിനെ ദൈവത്തിൽ നകറ്റുവാൻ സാധ്യതയുള്ളൊരു ജീവിതത്തിലേക്ക് അവനെ മാടി വിളിക്കുന്നവരാ. അവരുടെ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം വിട്ടേ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടണമെങ്കിൽ,
കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് എൻ്റെ പ്രിയ ശ്രോതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തീയ ജീവിതത്തിൽ വിടേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. അവയെ വിട്ട് മുന്നോട്ട് പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. നാം ചിലത് പിടിച്ചുകൊണ്ട്, പാപത്തിൻ്റെ ചില കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് അത് വിടാതെ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് നടക്കില്ല, അത് ഫലപ്രാപ്തിയിലെത്തുകയില്ല. അങ്ങനെ പരാജയപ്പെട്ടവരുടെ ഒരു നീണ്ട നിര നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. എന്താ വിടേണ്ടത്? ഞാൻ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. അപ്പോൾ വിടേണ്ടത് എന്താണ് എന്നവിടെ പറയുന്നുണ്ട്. സകല ഭാരത്തെ വിടണം. തന്നെയുമല്ല, മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ പിന്നോട്ട് വലിക്കുന്ന വസ്തുതകളാണ്. വലിയ ഭാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാരം ഉണ്ടാകരുത് എന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഭാരം നമുക്കിടാൻ, നമ്മുടെ സകല ഭാരത്തെയും ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനായതുകൊണ്ട് നമ്മുടെ ഭാരം അവിടുന്ന് വഹിക്കുന്നവനായി തീരും. അവിടുന്ന് അത് വഹിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഭാരത്തെ വിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ മുന്നോട്ട് പോകേണ്ടുന്ന ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഭാരത്തെ വിടണം. തന്നെയുമല്ല, മുറുകെ പറ്റുന്ന പാപത്തെ വിടണം. എന്ന് പറഞ്ഞാൽ നാം വിട്ടാലും നമ്മെ വിടാൻ മടിക്കുന്ന, വീണ്ടും വീണ്ടും പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന, മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ വിനാശമാണ് വരുത്തി തീർക്കുന്നത്. ദൈവത്തോടൊപ്പമുള്ള ഹൃദ്യത അനുഭവിക്കുവാൻ അത് തടസ്സമായി തീരുന്നു. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ അത് വിഘാതമായി തീരുന്നു. ദൈവജനത്തോടുള്ള കൂട്ടും കൂട്ടായ്മയും ആസ്വദിക്കാൻ അത് നമ്മളെ തടയുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ അത് വിലങ്ങുതടിയായിത്തീരുന്നു. പ്രതിഫലം നേടേണ്ടതിനുള്ള ക്രിസ്തീയ ജീവിതം പരാജയപ്പെടാൻ മുറുകെ പറ്റുന്ന പാപങ്ങൾ കാരണമായിത്തീരുന്നു. പ്രിയമുള്ളവരെ, അബ്രാമിനോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞതുപോലെ, നീ വിടണം, നിൻ്റെ പിതൃഭവനത്തെ വിടണം, നിൻ്റെ ചാർച്ചക്കാരെ വിടണം, നിൻ്റെ ദേശത്തെ വിടണം. അതേപോലെ തന്നെ പറയട്ടെ, ഈ നിമിഷം വരെ ജീവിതത്തെ ആഴ്ന്നു നിൽക്കുന്ന പാപകാര്യങ്ങളോട് വിട പറയാനായിട്ട് വിശ്വാസിക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരാനായിട്ടിടയായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യ ചിന്തയായിട്ട് ഇതിനെ ഒന്ന് മുറുകെ പിടിക്കുക. ചിലതിനെ വിടാൻ ഈ വർഷം ഇടയായി തീരട്ടെ. ചില കാര്യങ്ങളെ വേണ്ട എന്ന് വയ്ക്കുവാൻ, പാപത്തോട് പൂർണ്ണമായും നോ എന്ന് പറയാനുള്ള വലിയ ആത്മീക തൻ്റെ ഇടം താങ്കൾക്ക് ദൈവം നൽകി തരട്ടെ. തിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.